ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിൽ അച്ചൻകോവിലാറിന്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണ് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇരുകൈകളിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന നവനീത കൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ആശ്രയിക്കുന്നവരെ ഏത് പ്രതിസന്ധിയിലും കൈവിടാത്ത കണ്ണനും ചരിത്രത്തിന്റെ ഭാഗമായ കാവൽ പടയാളികൾ കാവൽ നിൽക്കുന്ന സ്തംഭവിളക്കും ഒക്കെയായി വിശ്വാസികളുടെ മനസ്സിനിടം നേടിയ മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് കഥകൾ ഒരുപാടാണ്. മാവേലിക്കരയിലെ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തെ നെൽപ്പാടങ്ങൾക്കിടയിൽ നിന്ന് ഒരു ബുദ്ധപ്രതിമ ലഭിക്കുകയും അത് മാവേലിക്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ഏരാലിന് മുമ്പിൽ സ്ഥാപിക്കുകയും അങ്ങനെ ഇവിടം ബുദ്ധ ജംഗ്ഷൻ എന്നറിയപ്പെടുകയും ചെയ്തു. 9-10 നൂറ്റാണ്ടുകളിൽ ഇവിടം ബുദ്ധസന്യാസിമാരുടെ വാസസ്ഥലമായും പറയപ്പെടുന്നു. മാവേലിക്കര ക്ഷേത്രത്തിന് ഏകദേശം 1300 വർഷങ്ങൾ പഴക്കമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് കൃത്യമായ രേഖകളില്ലെങ്കിലും കഥകൾ ഏറെയുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇടശ്ശേരി കുടുംബത്തിന്റെ വകയായിരുന്നു ഈ ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു. മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലേക്ക്. ഒരിക്കൽ ഇവിടുത്തെ കൃഷിയിടം വൃത്തിയാക്കാൻ വന്ന ആദിച്ചൻ എന്നയാളുടെ പണിയായുധം ഒരു വിഗ്രഹത്തിൽ തട്ടുകയും അതിൽ നിന്ന് രക്തം വാർന്നൊലിക്കുകയും ചെയ്തു. തുടർന്ന് ആദിച്ചൻ വിഗ്രഹം ഇടശ്ശേരി കുടുംബത്തിലെ കാരണവർക്ക് കൈമാറി. കാരണവർ ജ്യോതിഷികളെ കണ്ട് ഇതിന്റെ കഥ അന്വേഷിച്ചു. വെണ്ണയ്ക്കായി കൈനീട്ടി നിൽക്കുന്ന കൃഷ്ണന്റെ രൂപമാണെന്നും ഈ വിഗ്രഹത്തെ യഥാവിധി ഒരു ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠിക്കണമെന്നും ജ്യോതിഷികൾ പറഞ്ഞു. അങ്ങനെ ഓണാട്ടുകര രാജാവിന്റെ സഹായത്തോടെ ഇവിടെ ക്ഷേത്രം പണിത് വിഗ്രഹം പ്രതിഷ്ഠിച്ചു. വിഗ്രഹം കണ്ടെത്തിയ ആദിച്ചനെ കേരളാദിച്ചൻ എന്ന പട്ടം നൽകി ആദരിക്കുകയും കരമൊഴിവാക്കിയ ഭൂമി നൽകുകയും ചെയ്തു. ആദിച്ചന്റെ കുടുംബത്തിനെ ഊരാളശ്ശേരി എന്നറിയപ്പെടുകയും ചെയ്തു. തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മ 1746 ഡച്ചുകാരിൽ നിന്ന് മാവേലിക്കര പ്രദേശം തന്റെ അധീനതയിലാക്കി. AD 1753 ഓഗസ്റ്റ് 15-ാം തീയതി മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒരു സമാധാന സൗഹൃദ ഉടമ്പടി കരാർ ഒപ്പുവെച്ചത് മാവേലിക്കരയിലായിരുന്നു. ഇതിനെ മാവേലിക്കര ഉടമ്പടി എന്ന് കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സൗഹൃദ ഉടമ്പടിയുടെയും സ്മരണയ്ക്കായി ഡച്ചുകാർ ക്ഷേത്രത്തിൽ സമർപ്പിച്ചതാണ് ഈ സ്തംഭവിളക്ക്. വിളക്കിനു ചുറ്റും ആയുധധാരികളായ പടയാളികൾ കാവൽ നിൽക്കുന്ന രീതിയിലാണ് വിളക്ക് നിർമ്മിച്ചിട്ടുള്ളത്. രാമയ്യൻ ദളവയുടെ ഭരണകാലത്ത് മാവേലിക്കരയിൽ ഒരു കോട്ട നിർമ്മിച്ചു. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കോട്ടയ്ക്ക് ഉള്ളിലാക്കി സംരക്ഷിച്ചു. അങ്ങനെ ഇവിടം കോട്ടയ്ക്കകം എന്നും അറിയപ്പെട്ടു. എന്നാൽ AD 1809 കേണൽ മെക്കാളെ ഈ കോട്ട തകർത്തു. കോട്ട തകർന്നെങ്കിലും ഇവിടം ഇപ്പോഴും കോട്ടയ്ക്കകം എന്ന് അറിയപ്പെടുന്നു. 1000 ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ പാകത്തിനുള്ളതാണ് ഇവിടുത്തെ ഊട്ടുപുര. പണ്ടുകാലത്ത് തിരുവനന്തപുരത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് മുറജപം നടത്താൻ പോകുന്ന ബ്രാഹ്മണർക്ക് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കും വേണ്ടിയാണ് രാജഭരണകാലത്ത് ഇത് പണി കഴിപ്പിച്ചത്. ശ്രീ ഗുരുവായൂരപ്പന് കുറച്ചുനാൾ ആതിഥ്യം നൽകിയ നാടുകളിലൊന്നാണ് മാവേലിക്കര. AD 1789 ടിപ്പു സുൽത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും ഗുരുവായൂരപ്പ വിഗ്രഹത്തെ സംരക്ഷിക്കാൻ സാമൂതിരി രാജാവിന്റെ നിർദ്ദേശപ്രകാരം വിഗ്രഹം അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്കും തുടർന്ന് അവിടെ നിന്ന് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കും മാറ്റുകയുണ്ടായി. മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ താൽക്കാലിക ക്ഷേത്രം നിർമ്മിച്ചാണ് ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചത്. മാവേലിക്കരയിൽ നിന്ന് ഗുരുവായൂരപ്പനെ തിരികെ കൊണ്ടുപോയെങ്കിലും ഈ ഗുരുവായൂരപ്പ ക്ഷേത്രം പ്രധാന ക്ഷേത്രത്തിനോട് ചേർന്ന് ഇന്നും ഇവിടെയുണ്ട്. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തായിട്ടാണ് ഗുരുവായൂരപ്പ ക്ഷേത്രം. ഇതിന് സമീപത്തായി സന്താന ഗോപാലമൂർത്തി ക്ഷേത്രവുമുണ്ട്. മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആനയായിരുന്നു മാവേലിക്കര ഉണ്ണികൃഷ്ണൻ. 1992 കോടനാട് ആന വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയതാണ് ഈ ആനയെ. വാങ്ങുമ്പോൾ 28 വയസ്സ് പ്രായമുണ്ടായിരുന്നു. 1992 മാർച്ച് 15-ന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാമൻ ഭട്ടത്തിരിപ്പാടാണ് നടക്കിരുത്തിയത്. വലിയ ശബ്ദം കേട്ടാൽ പെട്ടെന്ന് ഭയപ്പെടുന്ന പ്രകൃതക്കാരനായിരുന്നു ഉണ്ണികൃഷ്ണൻ. പണ്ട് ഓട്ടത്തിന് പ്രസിദ്ധനുമായിരുന്നു. കേരളത്തിൽ ഇന്നുള്ള നാട്ടാനകളിൽ സഹ്യപുത്രന്മാർ ചുരുക്കം ചില ആനകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഗജരത്നം, കളഭകേസരി എന്നീ പട്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 54-ാം വയസ്സിൽ 2018 ഒക്ടോബർ 10-ന് പുലർച്ചെ 2:40-ന് ചെരിഞ്ഞു. മീനമാസത്തിലെ തിരുവോണം ആറാട്ടായി നാളായി വരുന്ന വിധമാണ് ക്ഷേത്ര ഉത്സവം കൊടിയേറുക. 10 ദിവസമാണ് ഉത്സവം. അമ്പലപ്പുഴ ക്ഷേത്രത്തിലും ഇവിടെയും ഒരേ സമയത്താണ് ഉത്സവം. ഉത്സവ സമയത്ത് തൃക്കൈ വെണ്ണയൂട്ട്, ദശാവതാര ചാർത്ത്, ഗരുഡവാഹനത്തിൽ എഴുന്നള്ളത്ത് എന്നിവ അതിവിശേഷങ്ങളാണ്. ക്ഷേത്രത്തിലെ ആറാട്ട് 1 കിലോമീറ്റർ വടക്കുള്ള അച്ചൻകോവിലാറിന്റെ മണ്ഡപത്തായിരുന്നു നേരത്തെ. ഇപ്പോൾ കണ്ടിയൂർ സ്ഥാനഘട്ടത്തിലാണ് ആറാട്ട് നടത്തുന്നത്. ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയും പ്രധാന ആഘോഷമാണ്.
തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിൽ വാകച്ചാർത്ത് നടക്കുന്ന ഏക ക്ഷേത്രവും മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. നിത്യവും ത്രികാല പൂജയുള്ള ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, ശിവൻ, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ എന്നിവരെ യഥാവിധി കുടിയിരുത്തിയിരിക്കുന്നു. ക്ഷേത്രം രാവിലെ 4:30 മുതൽ 10:30 വരെയും വൈകുന്നേരം 5 മുതൽ 8 മണി വരെയും തുറന്നിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.